ഹായ്. என்னங்கடா பார்த்து பார்க்காத மாதிரி போறீங்க? மாட்டி விட்டுறேன் பயமா? அப்படிയൊന്നും ഇല്ല. நேத்தி நைட்டு ஏதோ போதையில பேசுனது குடிக்கலன்னு விட்டுற வேண்டியதானே? എന്തായിരുന്നു? എന്തെങ്കിലും പറ്റിയാ? എവിടെ പോലും இந்த வண்டியில ஏன்டா நீங்க? ഞങ്ങൾ ഓടിയപ്പോ പെട്ടെന്ന് വണ്ടി. മാനേജർ കുട്ടി കുട്ടി കിടക്കണ നമ്മുടെ മാനേജർ. அந்த கேப்ல தூக்கிட்டேன். ഇത് പ്രശ്നമാവട്ടാ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇതെന്തോ കിഡ്നാപ്പിംഗ്. எல்லாம் பேசுறதுக்கு எங்கடா டைம்? அப்புறம் பேசிக்கலாம். ടൈമില്ല. എടാ ഉമ്മൻ, നമ്മളും പെട്ടോലേണ്ട. പെട്ടെന്ന് ഇവിടുന്ന് മാറണം, അവനെ മാറ്റണം. നമുക്കിവിടെ ഇറങ്ങാം. ഇത് പ്രശ്നമാവട്ടാ. മതി മതി, നിർത്ത് നിർത്ത്, ഇവിടെ നിർത്ത്. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഓക്കെ, താങ്ക്സ്. ആ കുട്ടിയുടെ ആ പെണ്ണിന്റെ ഇതിനിടയിലാ. എടാ സണ്ണി, ഇതുവരെ ആയില്ലേ? അവന്മാരെ എത്തിക്കഴിഞ്ഞാൽ പണി പാളൂട്ടാ. എന്തായി കിട്ടിയ? കിട്ടുന്നില്ലടാ. ട്രൈ നോക്ക്, കിട്ടും. ഇത് എവിടെ പോയി കിടക്കണം? ഇത് അവന്മാരല്ലേ? ഓടിക്കോട്ടാ. അവന്മാരെത്തിട്ടാ. ആണോ? അവന്മാരെത്തി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓടാൻ നിന്ന് ഈ ലോകം മുഴുവൻ ഓടേണ്ടി വരും. തിരിച്ചടിക്കണം. എന്താണ് ടീ ഇളക്കണേ? ഇതെങ്ങോട്ട് നീങ്ങാനാണ് ഇതിന്റെ ഇടയിൽ നിന്ന്? ഭയങ്കര ഡയലോഗായിരുന്നല്ല. പിന്നെ കണ്ണുവെട്ടിക്കണോ മരടത്തല്ലേ കൊമ്പും കുറുടിയൊക്കെ കേട്ടു. എന്റെ അണ്ണ, ആ തോക്ക് കൊഞ്ചം താഴെ ഇട്. ആരും ഓടല്ലേ. അണ്ണാ, തോക്ക് തല അറിയാമ പൊട്ടരുത്, ബ്രെയിൻ. എടാ മിണ്ടാണ്ടിരിക്കടാ, ഉയിന്ന് വെച്ച മിണ്ടരുന്നാണ്. തോക്കിരിക്കണേ. ഉമ്മൻ പുറത്തില്ലേ? അവൻ നോക്കിക്കോളൂ. ഇവന്മാരത് നമ്മളെ പിടിച്ചോണ്ട് ഈ സാധനം ഒന്ന് ഇട്ടോട്ട്. നീ എന്താ ഇവിടെ? എന്റെ മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെല്ലാരും എന്തിനാ ഈ തോക്കിനടിയിൽ അപ്പിടായിരിക്കണോണ്ടിരിക്കണത്? ഇത് ശരിയാവൂല കേട്ടാ. ഓവറ സത്തം പോടാ സുട്ടുവൻ. എതുവായിരുന്നാലും ബോസ് കിട്ട പേസ്. ആരാടാ ഈ ബോസ്?
എന്ത് ഡീലിനെ ഞാൻ കറക്റ്റ് എന്ത് ഞാൻ സഹിക്കും. പക്ഷേ എനിക്കിട്ടങ്ങ് പണിതേച്ച് പോകാൻ മാത്രം കരുതണ്ട. ചേട്ടാ ഇവരൊക്കെ പാവങ്ങളാ, എല്ലാം ഞാൻ കാരണോ. നിനക്കൊറ്റയ്ക്ക് മേഘന എന്റെ പമ്പിന്ന് പൊക്കാം, എന്റെ പമ്പിന്ന് കടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കുകയും വേണ്ട. അതുകൊണ്ട് സത്യം എന്താന്ന് പറ, ആ പെണ്ണെവിടെ? അയ്യോ ആ പെണ്ണീസായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല കേട്ടോ, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. അനിയ പോണ്ടിച്ചേരി കാണാൻ വന്ന കണ്ടിട്ട് പോക്കോണം, അല്ലാതെ പാസ് പിസ്റ്റിന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോവാന്ന് വിചാരിക്കരുത്. വെറുതെ തടി കേടാക്കണ്ട കാര്യം പറ. ഞാൻ കൊട്ടാരത്തിന്റെ ഒരു കല്ലല്ലെങ്കിൽ താഴെ വീണാൽ അതിന്റെ ബാക്കി കെട്ടാൻ എനിക്ക് വേറെ കല്ല് വേണ്ട. ആദ്യം ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും, പിന്നെ അവൻ അവളെ കൊണ്ടുപോയവൻ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണണം. പോവാം പോവാം. കൂട്ടാരം പെണ്ണ് എന്തിനാണല്ലേ അവരും കൂടി കെട്ടിയെടുത്ത് എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്? ഉള്ള ജോലിയും പോയി. നീയല്ലേ ആദ്യം കെട്ടിയെടുത്ത് ഇവിടെ വന്നിരുന്നത്? നീയൊക്കെ കാരണാടാ ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വന്നേ. എന്താണ് ഇവനെന്തു പറ്റി? ഞാൻ നിങ്ങൾക്ക് അവിടെ വല്ല ഉപദ്രവം ചെയ്തോ? മര്യാദക്ക് ജീവിച്ചിരുന്നല്ലേ? വേറെ എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? അതിനിടയിൽ ഇവനെയും കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ആന്ധ്ര നീ ഇവരെ പറഞ്ഞ അല്ല ഞാൻ ഒന്ന് പറയണ്ട. പ്രശ്നം തടാ. എടാ നീയൊക്കെ കാരണം എന്റെ ജീവിതം പോയി. എനിക്ക് മനസ്സിലാവണം എന്തേ പറഞ്ഞത്? വിട്ടോടാ ചേട്ടാ വിട്ടോ. ഇയാളറിയോ? ഇത് അമീറല്ലേ? ഗുഡ്. എത്ര നാളായിട്ട് അറിയാം? ഒരു 4-5 ദിവസമായിട്ട് അറിയാം. ഈസ് എ ക്രിമിനൽ. അയാൾ ക്രിമിനൽ ഒന്നുമല്ല, ഡീസന്റ് ആണ്, പക്ക ഡീസന്റ് ആണ്. എന്തോ മേഘനായിട്ട് എന്തോ ഒരു അഫെയറോ കുട്ടിക്കളിയോ എന്തോ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞ എല്ലാ കഥയും അതുപോലെ അങ്ങ് വിശ്വസിച്ചില്ല. നിങ്ങളാരും കരുതുന്ന പോലെ ഒരു സാധാരണ ക്രിമിനൽ അല്ല അമീർ. അവൻ ഇവിടെ നിന്ന് മേഘനെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട്. സംതിങ് റോങ്. ഷോ അയ്യോ സാറേ, അപ്പൊ അമീർ മേഘ്നെ തട്ടിക്കൊണ്ടുപോയാ? അമീർ മേഘനെ കിഡ്നാപ്പ് ചെയ്തതിനും ബാപ്റ്റിസ്റ്റ് അവരെ ഫോളോ ചെയ്യുന്നതിനിടയിൽ എന്തോ കണക്ഷനുണ്ട്. സംതിങ് ஸ்ட்ரேஞ்ச். என் கூட எவன் விளையாடணும்னு நினச்சாலும் நான் அதோட பெருசாக விளையாண்டுருவேன். என்னோட பொருளை திருப்பி எடுக்கதான் நான் பேப்டிஸ்டோட பப்புக்கே வந்தேன்.
മേജർ ക്യാബിൻ വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഘനയ്ക്ക് മാത്രമാണ്. അപ്പോൾ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവിടെ എടുക്കണ്ട, അവളെ വിട്ടു പിടിച്ചേക്കിട്ടാ. மேகனா தான் பேப்டிஸ்டோட பெட். அவள் தான் இங்கே எல்லாம். அதை தெரிஞ்சுதான் அவள் பேரை யூஸ் பண்ணி இந்த பசங்களோட ஃப்ரெண்ட்ஷிப் பிடிச்சி. எப்படியாவது மேகனா இங்கே நீங்கள் தான் ஹெல்ப் பண்ணும். ஆனால் இந்த மொக்க பசங்கிட்ட பேசும்போதே தெரிஞ்சது இவங்களால எதுவுமே பண்ண முடியாதுன்னு. அப்போவும் நான் புதுசாக பிளான் போட்டுக்கிட்டு தான் இருந்தேன். ஆனால் நான் நினச்சதை விட ஈஸியாக ஒரு வழி அமைஞ்சது.